ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് മുട്ടയില്ലാത്ത ഒരു ഓംലെറ്റ് റോളാണ്. സാധാരണ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കിയിട്ടാണ് ഇതുപോലെ റോൾ ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് മുട്ട കഴിക്കാത്തവർക്കും മുട്ട കഴിക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഓംലെറ്റ് റോളാണ് കേട്ടോ. കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്കായിട്ടോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കപ്പളവല്ല എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സിനോ അല്ലെങ്കിൽ ചെറിയ പാത്രത്തിനോ അളന്നെടുത്താൽ മതി. ഇനി 1/2 കപ്പ് മൈദയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഗ്ലാസ്സിനാണ് അളക്കുന്നുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് മൈദ എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ നോക്കിയിട്ട് നമ്മൾ കലക്കിയെടുത്തിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. ബേക്കിംഗ് സോഡ അല്ല കേട്ടോ, ബേക്കിംഗ് പൗഡറാണ് ചേർത്തിട്ടുള്ളത്. നമ്മൾ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നത് ഇത് പൊങ്ങി വരാനൊന്നുമല്ല കേട്ടോ, ഇത് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ സാധാ വെള്ളം എന്ന് പറയുന്നത് പച്ചവെള്ളമാണ് കേട്ടോ, ചൂടുവെള്ളമൊന്നുമല്ല. ഇത് ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഒഴിച്ചിട്ട് കട്ടയില്ലാണ്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. കുറച്ച് ലൂസായിട്ട് വേണം നമുക്ക് ഈ ഒരു മാവ് കലക്കിയെടുക്കാൻ. നമുക്ക് കനം കുറച്ചിട്ടുള്ള ദോശ പോലെ ഇങ്ങനെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്, ഓംലെറ്റിൻ്റെ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല നൈസായിട്ടുള്ള മാവാണ് വേണ്ടത്, കനം കുറഞ്ഞ്. അപ്പോൾ അത്രയും ലൂസായിട്ടാണ് നമ്മൾ മാവ് കലക്കിയെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ കട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ കട്ടയൊന്നും ഇല്ലാണ്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ മാവ് കിട്ടും. അപ്പോൾ ആയിട്ടുണ്ട് നമ്മുടെ മാവ്. ഇത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കലക്കുക, നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കുക, ചുട്ടെടുക്കുക, അത്രയേ ഉള്ളൂ. ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഇത് വെജിറ്റബിൾസിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. ഒരു ചെറിയ ക്യാപ്സിക്കം, അതുപോലെ ഒരു ഉള്ളി, ഒരു ചെറിയ തക്കാളിയൊക്കെ അരിഞ്ഞതും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില, അതുപോലെ പച്ചമുളകും കൂടെ അരിഞ്ഞതും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വേറെ വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് വരുത്താൻ പറ്റും. അപ്പോൾ കുറച്ച് കട്ടിയായത് കാരണം തന്നെ ഞാൻ ഒരിത്തിരി വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒഴിച്ച് എടുക്കുന്ന സമയത്ത് നല്ല ലൂസായിട്ടാണ് മാവ് ഉണ്ടാവുക കേട്ടോ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിലോ നെയ്യോ വെളിച്ചെണ്ണയോ ഒക്കെ നിങ്ങൾക്ക് എടുക്കുക, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. ഇനി ചൂടായി വരുന്ന സമയത്ത് നമുക്കിതുപോലെ മാവ് കോരി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. വളരെ കനം കുറച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത്, ഒരുപാട് കട്ടിയിലല്ല കേട്ടോ. നല്ല നമുക്ക് ഓംലെറ്റിൻ്റെ ആ ഒരു ഫീലിംഗ് കിട്ടുള്ളൂ, കഴിക്കുന്ന സമയത്ത് അത്രയും സോഫ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഒന്ന് അടച്ചു വെക്കുക, ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് തുറന്നാൽ മതി. അപ്പോഴേക്കും റെഡി ആയിട്ടുണ്ടാവും. തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് ചുരുട്ടി വെക്കുക. എന്നിട്ടൊരു സൈഡിലേക്കൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് വീണ്ടും കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുക എന്തെങ്കിലും, അല്ലെങ്കിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യാം. ബാക്കി ഇതുപോലെ ഓരോന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാലും നമുക്കതിങ്ങനെ റോളായിട്ട് ഒരുപാട് ലെയറുകളായിട്ട് കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ഓരോന്നിങ്ങനെ ഒന്നിച്ചിങ്ങനെ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചുട്ടെടുത്തിട്ട് ഇങ്ങനെ റോൾ ചെയ്യുന്നേക്കാളും ഈസിയാണ് ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളത് ഓരോന്നും ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ റോൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഇതും കൂടെ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. ഉൾഭാഗമൊക്കെ നല്ല പോലെ തന്നെ വേവായി കിട്ടും, ഇതുപോലെ നമ്മളിങ്ങനെ അടച്ചു വെക്കുന്നതുകൊണ്ട് തന്നെ. അപ്പം നിങ്ങൾക്ക് എത്ര ഇതുപോലെ ചെയ്യണം അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചുരുട്ടിയിട്ട് മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് ലെയറുകളായിട്ടുള്ള റോളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി. വളരെ ഈസിയാണ് കേട്ടോ. നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് തന്നെ ഒട്ടി പിടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല കനം കുറച്ചിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അടച്ചു വെച്ചിട്ട് ഇതുപോലെ ഓരോന്നായിട്ട് നമുക്ക് റോൾ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര മതി അത്രയും കനം കൂടുതൽ ഓവറായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിർത്തിയിട്ട് നമുക്ക് ഇത് പാനിൽ നിന്ന് മാറ്റാം. അങ്ങനെ 2 പ്രാവശ്യമായിട്ടോ 3 പ്രാവശ്യമായിട്ടൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരുപാട് കനത്തിൽ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. കുറച്ച് ഒഴിച്ചിട്ടൊന്ന് പാനൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി, അപ്പോൾ നൈസായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഓരോന്നും ഇതുപോലെ തന്നെ കുറച്ച് സമയം അടച്ച് വെക്കുക. എന്നിട്ട് ചുരുട്ടി വെച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ളതും ഓരോന്നും ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചിട്ട് റോൾ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ.
അപ്പോൾ ഒരുപാട് കട്ടിയൊന്നും വേണ്ടെന്നുണ്ടാണെങ്കിൽ ഒരു 4 പ്രാവശ്യമൊക്കെ ഇതുപോലെ ചെയ്തിട്ട് റോൾ ചെയ്തിട്ട് അങ്ങനെ എടുക്കുക. അല്ലെങ്കിൽ ഒരു 5-6 പ്രാവശ്യമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് കഴിക്കുന്ന സമയത്ത് ശരിക്കും നമുക്ക് ഓംലെറ്റ് മുട്ടൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത് കേട്ടോ. നല്ല സോഫ്റ്റാണ്, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് ഇങ്ങനെ കഴിക്കുക, ഇല്ലെങ്കിൽ ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി ചട്നിയൊന്നും ഇല്ലാണ്ട് നമുക്കിങ്ങനെ പ്ലെയിനായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നല്ല ടേസ്റ്റാണ്. സെർവ് ചെയ്യുന്ന സമയത്തൊന്ന് കട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഒരുപാട് പേർക്ക് കഴിക്കാനും പെട്ടെന്ന് തന്നെ വയറും നിറയും കേട്ടോ. ചെറിയൊരു പീസാണെങ്കിലും നമ്മൾ ഒരുപാട് റോൾ ചെയ്ത് കാരണം തന്നെ കുറച്ചുകൂടെ ഹെവി ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ കുറച്ച് പീസ് ഉണ്ടായാൽ തന്നെ നമുക്ക് വയറ് നിറച്ചൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അതുപോലെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കൊക്കെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ട തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.